ഇൻസ്റ്റയിൽ കൂടുതൽ ഭംഗിക്കായി ഫിൽറ്റർ ഇടുന്നത് പോലെ തന്നെയായിരുന്നു രേഷ്മയുടെ ജീവിതവും. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിയാണോ രേഷ്മയുടെ ജീവിതം? അങ്ങനെ ഒരുപാട് സംശയങ്ങളേറുന്നു, ദുരൂഹതകളേറുന്നു. ആദ്യം പോകുന്നത് ഇൻഫ്ലുവൻസർ ചിന്നു ബാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യ സംബന്ധിച്ച വാർത്തയിലേക്കാണ്. ചിന്നു ബാപ്പു എന്ന രേഷ്മയുടേത് തൂങ്ങി മരണമെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. യുവതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന നടത്തും. നേരത്തെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ് ചെയ്തു. അരുൺ, എന്തിനാണ് ആത്മഹത്യ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഇനി വേണ്ടത്. ഇതിനുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, വിവരങ്ങൾ? സുഹൈലെ, ചിന്നു ബാപ്പു ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം ഒരു ആൺസുഹൃത്തുമായി ഒന്നിച്ചായിരുന്നു താമസമുണ്ടായിരുന്നത്. ഈ ആൺസുഹൃത്തുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചത്. പക്ഷേ ആൺസുഹൃത്തുമായി പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. രേഷ്മയുടെയും അതുപോലെ തന്നെ ഈ ആൺസുഹൃത്തിൻ്റെയും മൊബൈൽ ഫോണുകൾ പോലീസ് പരിശോധിച്ചു. എവിടെയൊന്നും ഒരു തരത്തിലും ഒരു ദുരൂഹത കാണാൻ സാധിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ചോദ്യം ചെയ്യുന്നതും. ആൺസുഹൃത്തിൽ നിന്ന് യാതൊന്നും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഈ രേഷ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രേഷ്മ തൂങ്ങി മരിച്ചതാണ് എന്നാണ് പോലീസും പറയുന്നത്. അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഈ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി രേഷ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ചില സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട്. പോലീസിന് അങ്ങനെ ഒരു മൊഴി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഷ്മയും ലഹരി ഉപയോഗിച്ചു എന്നാണ് പോലീസ് നോക്കുന്നത്. ഈ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അത് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതയുണ്ടാവൂ. നിലവിൽ ഈ ദുരൂഹതയില്ല. ഇപ്പോൾ മരണത്തിൽ ദുരൂഹതയില്ലെന്നും തൂങ്ങി മരണമാണ് ഈ ഒരു മരണത്തിന് കാരണമായത് ആത്മഹത്യയാണെന്നുമാണ് പോലീസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.